അവിടുന്ന് 2 ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് അവിടുന്ന് ബാക്കിയുള്ള 17 ചാക്ക് നമ്മുടെ ഓഫീസിലോട്ട് വരുന്നതും ആ ചാക്കുകൾ സംഘടനാ സെക്രട്ടറിയുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ തലേ ദിവസം രാവിലെയോട് കൂടിയിട്ട് ഈ പൈസ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്. എത്ര രൂപ അങ്ങനെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വന്നു? ഏകദേശം ഒരു 20-25 കോടി രൂപ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ചാക്കുകളുടെ എണ്ണം വെച്ച് അതിലുള്ള പൈസയുടെ ഒരു ഏകദേശ രൂപരേഖ ആണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ നവംബർ മാസം 15-ാം തീയതി മുതൽ ജൂലൈ 14-ാം തീയതി വരെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. ആ ജൂലൈ 14 എന്ന് പറയുന്നത് ഞാൻ ജൂലൈ 13-ാം തീയതി ലീവ് കഴിഞ്ഞ് വന്നതിന് ശേഷം എന്നോട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് എന്നോട് പറഞ്ഞു, ഇവിടെ നിന്ന് തുടരണ്ട, ഇവിടെ നിന്ന് പുറത്തേക്ക് ആക്കണ പോലെ നാളെ സെറ്റിൽമെന്റ് ചെയ്യും, ഇന്നത്തോടുകൂടി എല്ലാം അവസാനിപ്പിക്കാന്നാണ് പറഞ്ഞത്. അതിനിടയിൽ എന്താ ഈ പണത്തിന്റെ ഇടപാടുകൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഈ മൊത്തത്തിൽ ഈ കള്ളപ്പണ ഇടപാടുകൾ, അതായത് ഈ പണം BJP ഓഫീസിൽ നിന്ന് കടത്തി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഉൾപ്പെടെ പ്രത്യേകിച്ച് റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. തൃശ്ശൂരിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതായത് പണം കടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇലക്ഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇലക്ഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു തുക വരും. പക്ഷെ തൃശ്ശൂരിൽ സംഘടനാ സെക്രട്ടറി KP സുരേഷ്, മുരളി കുളങ്ങാട്ട്, അദ്ദേഹത്തിന്റെ ഡ്രൈവർ രാജേഷ്, ഇവർ 3 പേരുമാണ് ഈ ഇലക്ഷൻ പൈസ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ പൈസ ട്രഷററോ അല്ലെങ്കിൽ ഓഫീസ് സെക്രട്ടറി അല്ല, ഇവർ 3 പേരുമാണ്, സംഘടനാ സെക്രട്ടറി അതുപോലെ മുരളി കുളങ്ങാട്ട്, ഇവർ 3 പേരുമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ കൈകാര്യം ചെയ്തിരിക്കുന്ന പൈസ ഇലക്ഷന് വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അവർ കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് അത് എനിക്ക് സംശയമായിട്ട് തോന്നിയത് എപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ, ഗാന്ധിനഗറിലുള്ള ഒരു വീട്ടിൽ കേന്ദ്രീകരിച്ച് ആ വീട്ടിൽ പൈസ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 1 കോടി എടുത്തു കൊണ്ടുവന്ന് തമിഴ്നാട്ടിലേക്ക് കൊടുത്തയച്ചത് ഞാനും കൂടി ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ സംഘടനാ സെക്രട്ടറിയുടെ അഭാവത്തിൽ അദ്ദേഹം ഫോൺ ചെയ്ത് പറഞ്ഞതിന്റെ പേരിൽ ഞാനും മുരളി കുളങ്ങാട്ടും കൂടി പോയിട്ടാണ് ആ പൈസ 1 കോടി എടുത്തു വന്നിട്ട് തമിഴ്നാട്ടിൽ ഒരു TN രജിസ്ട്രേഷൻ വണ്ടിയിൽ കയറ്റിവിട്ടത്. പക്ഷെ പിന്നീട് അവിടുന്ന് 2 ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് അവിടുന്ന് ബാക്കിയുള്ള 17 ചാക്ക് നമ്മുടെ ഓഫീസിലോട്ട് വരുന്നതും ആ ചാക്കുകൾ സംഘടനാ സെക്രട്ടറിയുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ തലേ ദിവസം രാവിലെയോട് കൂടിയിട്ട് ഈ പൈസ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്. എത്ര രൂപ അങ്ങനെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വന്നു? ഏകദേശം ഒരു 20-25 കോടി രൂപ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ചാക്കുകളുടെ എണ്ണം വെച്ച് അതിലുള്ള പൈസയുടെ ഒരു ഏകദേശ രൂപരേഖ ആണ് ഞാൻ പറയുന്നത്. 25 കോടി എങ്ങോട്ടാ പിന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടൊക്കെ പോയി? ആരെങ്കിലും അത് നമുക്ക് വെളിപ്പെടുത്താം. നമുക്ക് പിന്നീട് അത് എവിടേക്ക് പോയെന്നുള്ളതല്ല, അതിന്റെ വണ്ടി നമ്പർ നമ്മുടെ കയ്യിലുണ്ട്, അത് നമുക്ക് പിന്നീട് വെളിപ്പെടുത്താം. 17 ചാക്കാണ്. ചാക്കും ഒരു പച്ച കളർ ബാഗും. ആ പച്ച കളർ ബാഗ് ആ ഓഫീസിൽ അവിടെയുള്ള ഒരു 4-5 സ്റ്റാഫുകൾക്ക് ഡ്രസ്സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുത്തു വെക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ബാഗ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഈ പണം ഇത് എന്തിനാണ് വന്നത്? അപ്പൊ ഏത് സമയത്താണ് പണം എത്തിയത്? അത് ഇലക്ഷന്റെ പൈസയാകുമ്പോൾ നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. പല ദിവസങ്ങളിലായിട്ട് ഇലക്ഷന് മുമ്പായിട്ട് വന്നതാണ്. പക്ഷെ ഇത് ഇലക്ഷന് വന്ന പണം കഴിഞ്ഞിട്ട് ബാക്കി പൈസയാണ് ഞാൻ പറഞ്ഞത്. അത് എവിടെ നിന്ന് വന്നു, എന്ത് വന്നു എന്നുള്ളത് എനിക്കറിയില്ല. എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യം അറിയില്ല. അതറിയില്ല. ആരാ കൊണ്ടുവന്നത്? അതും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കറിയില്ല. അത് പല വണ്ടികളിലായി പല ഘട്ടങ്ങളിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏത് ഘട്ടത്തിലത് എത്തിയത്? ഇലക്ഷന് മുമ്പായിട്ട് തന്നെ, ഇലക്ഷന് മുമ്പായിട്ട് ഓരോരോ ഘട്ടങ്ങളിലായിട്ട് എത്തിയിട്ടുണ്ട്. അത് എത്ര എന്തെന്നുള്ളത് ഓഫീസ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല, ട്രഷറർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനും അറിയില്ല. ഇവര് 3 പേരുമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷം പിന്നീട് അത് എങ്ങോട്ടേക്കാണ് മാറ്റിയത്? അത് ആരൊക്കെയാണ് മാറ്റിയത്? അത് അറിയില്ല. അത് നമുക്ക് അറിയില്ല.